2 ഏക്കർ സ്ഥലം വിറ്റിട്ട് PR വർക്ക് കൊടുത്തിട്ടാണ് അനീഷ് ഏട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. ആദില അനീഷിനെ പറ്റി ഇങ്ങനെ ഒരു ആരോപണം ബിഗ് ബോസ് ഹൗസിൽ പറയുന്നുണ്ട്. പക്ഷേ അതിലത് വലിയ കാര്യമായിട്ടൊന്നുമല്ല. ജസ്റ്റ് കോമഡിയുടെ രൂപത്തിലാണ് ആദില ഈ ഒരു കാര്യം പറയുന്നത്. അനീഷ് ഏട്ടൻ അനീഷ് ഏട്ടന് ഉണ്ടായിട്ടുള്ള 2 ഏക്കർ സ്ഥലം വിറ്റിട്ട് ആ പൈസക്ക് PR വർക്ക് കൊടുത്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് മത്സരിക്കാനായിട്ട് വന്നത് എന്നുള്ള രീതിയിൽ ഒരു ആരോപണം അനീഷിനെതിരെ പറഞ്ഞ സമയത്ത് അനീഷിനത് വല്ലാണ്ട് ഉള്ളിൽ കൊണ്ടു. കാരണം ഇത് ജനങ്ങൾ കാണുന്ന സമയത്തിന് അവരെന്നെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ളൊരു പേടി അനീഷിൻ്റെ ഉള്ളിൽ വന്നു. അനീഷ് ഇത് അപ്പം തന്നെ എന്ത് ചെയ്തു, ക്യാമറക്ക് മുന്നിൽ പോയിട്ട് പെട്ടെന്ന് ചെന്ന് ബിഗ് ബോസ് എൻ്റെ വീട്ടിലും എൻ്റെ സ്ഥലത്തും എൻ്റെ നാട്ടിലും അന്വേഷിക്കാനായിട്ട് ഒരു ടീമിനെ വിടണം, അവരോട് പറയണം ഞാൻ എൻ്റെ സ്ഥലം വിറ്റിട്ടാണോ PR വർക്ക് കൊടുത്തിട്ടാണോ വന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് ബിഗ് ബോസ് അന്വേഷിക്കണം, എൻ്റെ ജനങ്ങൾ കേൾക്കാനായിട്ടാണ്, ഞാൻ PR കൊടുത്തിട്ടല്ല വന്നത്, എനിക്ക് PR എന്താണെന്ന് പോലും അറിയില്ല. അങ്ങനെ പറഞ്ഞപ്പോഴാണ് നമുക്കതിനകത്ത് ചെറിയൊരു ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നത്. കാരണം അനീഷ് അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. മറ്റൊന്നുമല്ല, അനീഷ് ബാങ്ക് മാനേജറായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അനീഷ് ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് കയറാനായിട്ട് 3 വർഷമായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നതും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് ബിഗ് ബോസിൻ്റെ A to Z എല്ലാ എപ്പിസോഡുകളും കാണുകയും അത് അനലൈസ് ചെയ്യുകയും ബിഗ് ബോസിലേക്ക് വരാനായിട്ട് ഒരുപാട് ശ്രമിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് അനീഷ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് PR വർക്ക് എന്താണെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ അതത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. അനീഷ് ഏട്ടൻ സംസാരിക്കുന്നതൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇപ്പം അനീഷിന് വേണ്ടി PR വർക്ക് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അനീഷ് ഇത്രയും നാൾ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഫോളോ ചെയ്തിട്ട് PR വർക്ക് എന്താണെന്ന് അറിയില്ല എന്ന് വന്ന് പറയുന്ന സമയത്ത് അത് നമുക്ക് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അനീഷ് PR ഒന്നും കൊടുത്തിട്ടായിരിക്കുമല്ലോ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. അനീഷിനുണ്ടായ സ്ഥലമൊന്നും വിറ്റിട്ടുണ്ടാവില്ല. അനീഷിന് ഈ പറയുന്ന PR വർക്കോ അല്ലെങ്കിൽ PR ചെയ്യാനോ ഒന്നും ആരും ഉണ്ടാവില്ല. അതൊക്കെ ഓക്കെ, അനീഷിന് ഇപ്പോൾ PR വർക്ക് ചെയ്താലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ഒരു കേസിൽ പറയാനുള്ളൊരു കാര്യം, അനീഷ് ആ ഒരു സമയത്ത് പറഞ്ഞ് ജയിക്കാനായിട്ട് ഇല്ലാത്ത കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ PR വർക്ക് എന്താണെന്നൊക്കെ അനീഷിന് അറിയാനായിട്ട് സാധിക്കും. അനീഷ് അത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ കയറാനായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ പറയുന്ന റിയാലിറ്റി ഷോ എങ്ങനെയാണെന്നും കണ്ടസ്റ്റൻസ് എങ്ങനെയാണ് അവിടെ നിൽക്കുന്നതെന്നും എന്തൊക്കെ കോണ്ടന്റുകളാണ് ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കേണ്ടതെന്നും ഗെയിം എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്ത് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നൊരു വ്യക്തിക്ക് PR വർക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനീഷ് ബിഗ് ബോസ് ഹൗസിൽ സംസാരിക്കുന്ന പല സാഹചര്യങ്ങളിലും തനിക്കുള്ളത് മാത്രം പറഞ്ഞാൽ മതി. അതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് ആ ഒരു വാക്കിനെ കുറച്ചുകൂടി ഭംഗി കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ജനങ്ങൾ തന്നെയാണ് നമുക്കുള്ളത്. അവരൊക്കെ അനീഷിനെ മനസ്സിലാക്കുന്നുണ്ട്, അത്യാവശ്യം സപ്പോർട്ടും ഉണ്ട്, അനീഷിനെ വോട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനെ ആ ഒരു വാക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് കുറച്ച് ഭംഗി കൂട്ടേണ്ട ആവശ്യമൊന്നും അനീഷ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇല്ല, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യം ഇങ്ങനെ കേട്ടപ്പോൾ ഇത് ഒരുപാട് റിവ്യൂവേഴ്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്